എല്ലാവർക്കും നമസ്തേ. ഇന്ന് ഗ്രീൻ താര മന്ത്രത്തെക്കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം കഴിഞ്ഞ വീഡിയോയിൽ, അതായത് വൃശ്ചികം രാശിയുടെ വ്യാഴമാറ്റത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ ഗ്രീൻ താര മന്ത്രവും വിഷ്ണു സഹസ്രനാമവും ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഗ്രീൻ താരാമന്ത്രത്തെക്കുറിച്ച് ഞാനൊരു വ്യക്തമായ ഒരു ഒന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കണം അതിലൊരു കമൻറ്റ് വന്നു. മിസ്റ്റർ വിനോദ് മോഹന പറഞ്ഞേക്കുന്നത്, വിഷ്ണു സഹസ്രനാമം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു മന്ത്രത്തെ പറ്റി പറഞ്ഞല്ലോ, ഡിഡിൻ ഗെറ്റ് ദാറ്റ് ക്ലാരിറ്റി, പ്ലീസ് റിപ്ലൈ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. എന്തായാലും അതിന് കൃത്യമായ ഒരു ഉത്തരം തരാം. അതായത് വൃശ്ചികം രാശിക്കാർക്ക് ഗ്രീൻ താര മന്ത്രജപം വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. അത് വൃശ്ചികം രാശിക്കാർക്കെന്ന് മാത്രമല്ല, എല്ലാവർക്കും ഈ ഗ്രീൻ താര മന്ത്രം കൊണ്ട് വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. എന്നാൽ വൃശ്ചികം രാശിക്ക് മാത്രമായിട്ട് എന്തുകൊണ്ടാണ് സജസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ, മനസ്സിന്റെ കാരകത്വമുള്ള ചന്ദ്രൻ, അതായത് ചന്ദ്രൻ എന്ന് വെച്ചാൽ അമ്മയാണല്ലോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മനസ്സിന്റെ കാരകത്വമുള്ള ചന്ദ്രൻ നീചനായും, മാത്രമല്ല അഞ്ചാമത്തെ രാശ്യാധിപതി 2025 മെയ് മാസത്തിന് ശേഷം അഞ്ചാം ഭാവാധിപതി അഷ്ടമരാശിയിലും അഞ്ചാം ഭാവത്തിൽ ഒരു പാപഗ്രഹമായ ശനി സഞ്ചരിക്കും. അഷ്ടമാധിപതി ബുധനാണ്. ഇങ്ങനെയൊക്കെയുള്ള ധാരാളം കണ്ടീഷൻസ് കൊണ്ടാണ് ഗ്രീൻ താര മന്ത്രം ജപിക്കാനായി ഞാൻ സജസ്റ്റ് ചെയ്യാനുള്ള കാരണം. മാനസികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവും തൊഴിൽ സംബന്ധവുമായ ധാരാളം പ്രതിസന്ധികളിൽ നിന്ന് ഗ്രീൻ താര മന്ത്രം വളരെ ശക്തമായ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് പറയാൻ പറ്റും. എത്രത്തോളം വിശ്വാസത്തോടെയാണോ നമ്മൾ ആ മന്ത്രം ജപിക്കുന്നത്, അത്രത്തോളം അത്ഭുതകരമായ ഫലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കും എന്നുള്ളതാണ്. ഈ വർഷം വൃശ്ചികം രാശിക്കാർക്ക് ദൈനംദിന ജീവിതത്തിൽ ആത്മീയ ബലം വളരെ ആവശ്യമാണ്. ദിവസേന രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ഗ്രീൻ താര മന്ത്രം, ഗ്രീൻ താര ദേവിയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് അതിശക്തമായ അതിപ്രശസ്തമായ ഓം താരെ തു താരെ തുരേ സ്വാഹ എന്ന ഉള്ള മന്ത്രം, അതായത് ഓം താരെ തു താരെ തുരേ സ്വാഹ, ഈ ഒരു മന്ത്രം 108 തവണ ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ശക്തമായൊരു ദേവിയുടെ ഒരു കവചം പോലെയാണ്. ഈ ദേവി ഒരു കരുണയുള്ള ഒരു ഭാവത്തിലാണ്. ഒരു കുഞ്ഞിനെ അമ്മ സംരക്ഷിക്കുന്നത് പോലെയാണ് ഭക്തരെ സംരക്ഷിക്കുന്നത് എന്ന് പറയാൻ പറ്റും. ഗ്രീൻ താര മന്ത്രത്തിൻ്റെ പ്രത്യേകത, ഇത് തിബറ്റൻ ബുദ്ധമതത്തിൽ വളരെ പ്രചാരത്തിലുള്ള വളരെ ശക്തമായ ഒരു മന്ത്രമാണ്. ഭയം, ഉത്കണ്ഠ, സാമ്പത്തികമായ തടസ്സങ്ങൾ, അപ്രതീക്ഷിതമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് വളരെ എളുപ്പത്തിലുള്ള എന്നാൽ അതിശക്തമായൊരു ആത്മീയ പരിഹാര മാർഗമാണ് ഈ മന്ത്രജപം എന്ന് പറയാം. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ കോപം അല്ലേ ഉണ്ടാവില്ല.